توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون صدق الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة وسلاما دائمين بدوام ملك الله. اللهم يا مجيب القلوب ويا مالك القلوب حبب إلينا القلوب واغرس لنا ثمرة المحبة في القلوب يا مالك الملوك. لي خمسة نطفي بهم حر الوباء الحاطمة المصطفى والمرتضى وابناهما والفاطمة لا إله إلا الله وكذاك صديق وفاروق وعثمان لنا ادفع بهم عنا الوباء يا رب يا ذا المرحمة لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദണ്ണം വബാവസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദാഹം മൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വഅലാ മുഹമ്മദ് സയ്യിദനാ വ മൗലാനാ മുഹമ്മദ്. അസാസുൽ ഇസ്ലാം മദ്രസ മാനേജ്മെന്റ് നടത്തപ്പെടുന്ന മജ്ലിസുന്നൂർ വാർഷിക മത പ്രഭാഷണ സദസ്സിൽ സന്നിഹിതരായ ഈ ജമാഅത്തിലെ പണ്ഡിതന്മാരെ, മാനേജ്മെന്റ് ഭാരവാഹികളെ,
രക്ഷിതാക്കളെ, യുവാക്കളെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു ജല്ല വഅല പരിശുദ്ധമായ ഈ സദസ്സ് നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. സ്തുത്യർഹമായ ഈ നഗരി നിലകൊള്ളുന്നത് ഒരു കാലഘട്ടത്തിലെ ഇതിഹാസ പുരുഷനായിരുന്ന ഈ പ്രദേശത്തുകാരുടെ അഭിവന്യ ഉസ്താദും അധ്യാപകരുമായിരുന്ന അലിമല്ല എന്നവരുടെ നാമധേയത്തിലാണ്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഉദ്ഘാടകൻ സൂചിപ്പിക്കപ്പെട്ട ഈ സംരംഭത്തോടും ഈ ജമാഅത്തിനോടും ചേർന്ന് നിന്ന് ഇതിന്റെ ഭാഗമായിരുന്ന ആ ഉസ്താദവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ജമാഅത്തിന്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, ജേഷ്ഠാനുജ സഹോദര സഹോദരിമാർ, ബന്ധുക്കൾ, അയൽവാസികൾ, ബന്ധപ്പെട്ടവർ, അല്ലാഹു തആല എല്ലാവർക്കും ഇന്ന് അവരുടെ ഖുബൂറുകളിൽ പെരുന്നാളാക്കട്ടെ, ആവേശത്തിന്റെ ആഘോഷത്തിന്റെ രാവാക്കട്ടെ. പൊന്നാങ്കല്ല് ജമാഅത്ത് എന്ന് പറയുമ്പോൾ 12ഓളം വരുന്ന ബ്രാഞ്ച് പ്രദേശങ്ങളിൽ നിന്ന് ഈ കേന്ദ്ര മഹലിലേക്കാണ് മരണപ്പെട്ട പരേതരെ കൊണ്ടുവരപ്പെടുന്നത്. നമ്മുടെ പരലോകം എന്ന് പറയുമ്പോൾ അത് ഈ പള്ളിയുടെ ഓരത്തുള്ള ഖബർസ്ഥാന്. ഇവിടെയാണ് പാട്ടക്കരിമ്പിലുള്ളവർ, പൊട്ടിക്കല്ലിലുള്ളവർ, വേങ്ങാപരതയുള്ളവർ, പുഞ്ചയിലുള്ളവർ, ചുള്ളിയോടുള്ളവർ, അങ്ങനെ വിവിധ നാമപ്രദേശങ്ങളിലുള്ളവർ ഈ പരിശുദ്ധമായ ജമാഅത്തിന്റെ ഖബർസ്ഥാനിലാണ് അന്തിയുറങ്ങുന്നത്. ഞാൻ എല്ലാ മാസത്തിലും ഇവിടെ മജ്‌ലിസ് നൂറിന്റെ നേതൃത്വത്തിന് ഏൽപ്പിക്കപ്പെടുന്ന മാസങ്ങളിലൊക്കെ വരുമ്പോഴും ആദ്യം ഖബർസ്ഥാനിൽ പോയി ആ മുത്തുമുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ഈ സദസ്സിൽ വരാറുള്ളത്. പതിവ് പോലെ ഇന്നും ഭക്ഷണം കഴിച്ച് നമ്മുടെ ഖബർസ്ഥാനിൽ ചെന്ന് ഈ മുത്തുമുഅ്മിനീങ്ങളുടെ അർവാഹുകളിലേക്ക് ഫാത്തിഹകൾ ഓതി പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടാണ് വിനീതൻ നിങ്ങൾക്ക് മുമ്പിൽ നിലകൊള്ളുന്നത്. ഞാനും നിങ്ങളും ഏതൊരു സമയത്തും എപ്പോഴും എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ്, ഭാവത്തിലാണ്, കോലത്തിലാണ്, ചേലിലാണ് മരണപ്പെടുക എന്നത് വ്യക്തമല്ല. നാമെ മറവ് ചെയ്യപ്പെടുന്ന നമ്മുടെ പരലോകം എന്ന് പറയപ്പെടുന്ന ആ ലോകമാണ് ഈ ജമാഅത്തിന്റെ ഓരത്തുള്ള ഇടം. അല്ലാഹു തആല അവിടെ നിലവിലുള്ളവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മളെ പരിശുദ്ധമായ ഇൽമിന്റെ മജ്‌ലിസിലാണ് നിലകൊള്ളുന്നത്. ഈ ജമാഅത്തിലെ മദ്രസ മാനേജ്മെന്റ് അംഗങ്ങളിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകള് ഓരോ വാർഷിക സംരംഭങ്ങളിലും ഉണ്ട് എന്ന് അഭിമന്യ സുഹൃത്ത് സ്വാഗത ഭാഷണത്തിലൂടെ വാപ്പുട്ടി സാഹിബ് ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഈ ജമാഅത്തിനും ഈ മദ്രസക്കും ആവശ്യമായ സഹായ സഹകരണങ്ങൾ എന്താണോ അത് നിങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് ആവശ്യപ്പെടും മുമ്പ് നമ്മുടെ കൗണ്ടറിലിരിക്കുന്ന പ്രവർത്തകരെ സമീപിച്ചുകൊണ്ട് അവരവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ കൃത്യമായി നിയ്യത്തോടെ ഉദ്ദേശശുദ്ധിയോടെ നൽകണമെന്ന് ഈ ജമാഅത്തിന് വേണ്ടി ഒരംഗം എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. മജ്‌ലിസുൽ ഇൽമ് എന്ന് പറയുന്നത് അറിവിന്റെ സദസ്സ്, പ്രഭാഷണ സദസ്സ്, മഹാന്മാരെ സ്മരിക്കുന്ന സദസ്സ്. അത് എന്തുകൊണ്ടും വളരെ മഹത്വമേറിയതാണ്, അത് വളരെ പുണ്യമുള്ളതാണ്. അത്തരം സദസ്സുകളിൽ വന്നിരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളുണ്ടോ? ആ തിന്മകളെല്ലാം അല്ലാഹു തആല
തആല നന്മകളാക്കി മാറ്റുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകള്, എന്തെല്ലാം അബദ്ധങ്ങളാണ് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയത്, അത് മുഴുവനും നന്മകളാക്കുന്ന സദസ്സുകളാ മജ്ലിസുൽ ഇൽമി റൗള മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റുസ് സ്വാലിഹീന കഫാറാ. അല്ലാഹുവിന്റെ സമീപസ്ഥരായ അംബിയായിനെ കുറിച്ച് പറയുന്ന സദസ്സുകളില്, ഔലിയായിനെ കുറിച്ച് പറയുന്ന സദസ്സുകളില്, നന്മകൾ പറയുന്ന സദസ്സുകളുണ്ടോ, നന്മയുടെ ആൾരൂപങ്ങളുണ്ടോ, അത്തരം സഭകളുണ്ടോ, അത്തരം ഇടങ്ങളുണ്ടോ, അത് നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയാ. മജ്ലിസുൽ ഇൽമി റൗള, മജ്ലിസുൽ ഇൽമി റൗള. മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുകയാ, നബിയും ഒരാളോട് ഒരു ദിനം സംസാരമാ, അസ്റാണ് സമയം വന്നു വഹിയും മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞുകൊണ്ട് മദീന ബസാറിലേക്ക്, അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നു. അവിടെയുള്ള നക്ഷത്ര തുല്യരായ സ്വഹാബത്തിനോട് പുണ്യനബിതങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. അതിലൊരു സഹാബിയെ തന്റെ സമീപത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ഹബീബ സഹാബിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. കാന റസൂലുള്ളാഹി യുഹദ്ദിഥു ഇൻസാനാ. ഒരു സഹാബിയോട് പുണ്യനബിതങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ആ സംസാരത്തിന്റെ മധ്യേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. പുണ്യനബിയുടെ ഓരത്ത് വന്നുകൊണ്ട് പുണ്യനബിയോട് സലാം പറയുകയാ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വഹാബി ഉണ്ടല്ലോ, ഇന്നഹു ലം യബ്ഖ മിൻ ഉമരി ഹാദർ റജുൽ അല്ലദീ തുഹദ്ദിതുഹു ഇല്ലാ സഅ. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ സ്വഹാബി മയ്യിത്താണ് നബിയേ. ഈ സ്വഹാബിക്ക് ഒരു മണിക്കൂർ മാത്രമാണ് ഈ ഭൂമിയിൽ ആയുസ്സുള്ളത്. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഈ സ്വഹാബി മയ്യിത്താ. സയ്യിദുനാ ജിബ്രീൽ. നബിയും ഒരാളോടൊരു ദിനം സംസാരമാ, അസ്റാണ് സമയം വന്നു വഹിയും മിൻ സമാ. നബിയെ ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. അങ്ങ് അഭിസംബോധന ചെയ്യുന്ന ഈ സ്വഹാബി ഉണ്ടല്ലോ, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ സമീപിക്കും. നബിയേ, അദ്ദേഹം മയ്യിത്താവും നബിയേ. വകാന ഹാദാ വഖ്തുൽ അസ്ർ. ഇതൊരു അസ്റിന്റെ നേരമായിരുന്നു. ഈ വിവരം ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ ഈ സ്വഹാബിയെ അറിയിക്കുകയാ. ഫഅഖ്ബറഹു റസൂലു ബിദാലിക്. പുണ്യനബിതങ്ങൾ ആ സ്വഹാബിയോട് പറയുന്നു, മോനെ, ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നീ മയ്യിത്താവും കേട്ടോ. ഇതങ്ങ് കേൾക്കുന്നതോടെ ആ സ്വഹാബി അങ്ങ് ബേജാറിലാവുകയാണ്. ഞാനും നിങ്ങളും ആലോചിക്കണം, ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാനും നീയും മയ്യിത്താകുമെന്ന് ഒരു ദൂതൻ നമ്മെ അറിയിക്കുമ്പോ നമ്മുടെ ബേജാറ് എത്രയായിരിക്കും, നാം എത്ര വിഷമത്തിലായിരിക്കും. ഈ സ്വഹാബി അങ്ങ് ഭയക്കുകയാ. സ്വഹാബി ബേജാറിലാവുകയാ. ഉടനെ ആ സ്വഹാബി ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, പുണ്യനബിയേ, ഒരു
മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ മയ്യിത്താകും ഉറപ്പാണല്ലോ. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുണ്ട്, എനിക്കൊരു ചോദ്യമുണ്ട്. ആ അപേക്ഷ അങ്ങ് സ്വീകരിക്കണേ. ചോദിക്കും മോനെ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന തങ്ങളോട് ആ സഹാബി നബിയുടെ ആവശ്യപ്രകാരം അങ്ങ് പറയുകയാണ്, നബിയേ ദുല്ലനി അലാ ഔഫഖി അമലില്ലി ഫീ ഹാദിഹി സാഅ. എന്റെ ആയുസ്സിലെ, എന്റെ ജീവിതത്തില് മിച്ചം എന്ന് പറയാൻ, ശിഷ്ടം എന്ന് പറയാൻ 1 മണിക്കൂർ മാത്രമാണല്ലോ. ഈ 1 മണിക്കൂറിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നബിയേ? അതിനുള്ള ഒരു സുഹൃതം പറയുമോ നബിയേ? പുണ്യ നബിതങ്ങളോട് ആ സഹാബി അങ്ങ് ചോദിക്കുകയാ. വിവരം ക്ഷണം നബിയും അയാളോടോദരായി സുബ്ഹാന റബ്ബി കേട്ടയാൾ വിറയ്ക്കുന്നതായി. എനിക്കേറ്റവും യോജിച്ചതേതാണോ അമൽ ഉണർത്തേണമേ എന്നോട് നബിയെ വേഗമിൽ. തിരുമുസ്തഫ പറയുന്നയാളോടന്ന് ഇൽമാണ് വേണ്ടത്, അത് പഠിക്കുക ചെന്നേ. ദുല്ലനി അലാ അമലിൻ ഔഫഖില്ലി ഫീ ഹാദിഹി സാഅ. എനിക്ക് ഈ 1 മണിക്കൂറിൽ അനുയോജ്യമായ ഒരു പുണ്യം പറയൂ നബിയേ, ഒരു സുഹൃതം പറയൂ നബിയേ, ഒരു നന്മ പറഞ്ഞു തരുമോ നബിയേ? ആ സഹാബിയോട് പുന്നാര നബി തങ്ങൾ പറഞ്ഞത്, ഇസ്തഗിൽ ബിത്തഅല്ലുമി. മോനെ, നീയൊരു മുതഅല്ലിമാവടാ, ഇൽമ പഠിക്കണം മോനെ. അറിവുമായുള്ള ഒരു ബന്ധം നിന്നിലുണ്ടാവണം. അറിവിന്റെ സദസ്സിൽ നിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. ഇസ്തഗിൽ ബിത്തഅല്ലുമി ഫസ്തഗല ബിത്തഅല്ലുമി വഖുബില ഖബിലൽ മഗ്രിബി. ആ സ്വഹാബിയോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അറിവുമായി ബന്ധപ്പെടുക. എന്തെങ്കിലും ഒരു അറിവ് പഠിക്കാൻ വേണ്ടി നീ പോവുക. ആ ഒരു നീയത്തോടെ, ആ ഒരു ലക്ഷ്യത്തോടെ, ആ ഒരു ആഗ്രഹത്തോടെ നീ നിലകൊള്ളുക. ആ സ്വഹാബി ഉടനെ തന്റെ ജീവിതത്തിൽ, തന്റെ ആയുസ്സിൽ ശിഷ്ടം ബാക്കിയുള്ള 1 മണിക്കൂർ അദ്ദേഹം ഇൽമു എന്ന നീയത്തോടെ അദ്ദേഹം മുന്നോട്ട് പോയി. വഖുബില ഖബിലൽ മഗ്രിബി. മഗ്രിബിന് മുമ്പ് ആ സ്വഹാബി മയ്യിത്തായി. പറഞ്ഞുകൊണ്ട് വരുന്നത്, മജ്ലിസുൽ ഇൽം എന്ന് പറയുമ്പോൾ ഇൽമിന്റെ സദസ്സിൽ ഇത്തരം വാർഷികങ്ങൾ, അത് സ്വലാത്ത് വാർഷികമാവട്ടെ, മജ്ലിസുൻ നൂറിന്റെ വാർഷികങ്ങളാവട്ടെ, അതല്ലെങ്കിൽ മതവിജ്ഞാന സദസ്സുകളാവട്ടെ, മദ്രസയാവട്ടെ, ദീനി സ്ഥാപനങ്ങളാവട്ടെ, ഇത്തരം സംരംഭങ്ങളിൽ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതും അതിലൊക്കെ നമ്മൾ പങ്കാളികളാകുന്നതും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ഒരു നന്മയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുഹ്സിനാവാൻ, നന്മയുള്ളവനാവാൻ, നമ്മുടെ ആഖിറം നമുക്ക് നന്നാക്കാൻ കാരണമാകുന്നതാണ്. ഇത്തരം സദസ്സുകളിലൂടെ നമ്മൾ ഇരിക്കുമ്പോ, ഇത്തരം സദസ്സുകളിൽ വന്നുകൊണ്ട് സദസ്സുകളിൽ നിന്നും ലഭ്യമാകുന്ന അറിവുകൾ ഞാനും നിങ്ങളും നുകരുമ്പോ അത് നമ്മുടെ ദുന്യാവ് ഹസനത്താക്കാൻ കാരണമാകും. അത് നമ്മുടെ ആഖിറം വെളിച്ചമാവാൻ കാരണമാകും. ഇരുലോകവും നമുക്ക് ഗുണകരമാവണോ? അതിന് ബഹുമാനപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്, സ്വഹാബ, ഞാൻ നിങ്ങൾക്ക് 2 അമാനത്ത് പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ ഭയമുള്ളവരാണ്. അത് പട്ടിണിയാവാം, അത് ദാരിദ്ര്യമാവാം, അത് സാമ്പത്തികമാവാം, അത് മാനസികമാവാം, അത് ശാരീരികമാവാം, അത് അയൽവക്കമാവാം, അത് കൂട്ടുകാരിൽ നിന്നാവാം, അത് കുടുംബിനിയിൽ നിന്നാവാം, അതല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നാവാം, അത് സംഘടനയിൽ നിന്നാവാം, അത് സമൂഹത്തിൽ നിന്നാവാം, അത് പാർട്ടിയിൽ നിന്നാവാം. എവിടെ നിന്നും നിനക്ക് വിഷമം വരുമ്പോ ആ
വിഷമങ്ങളെയല്ല. നിനക്ക് അതിജയിക്കണോ? നിനക്ക് നിർഭയം വേണോ? പൊന്നാങ്കല്ല മുസ്ലിം ജമാഅത്തിലുള്ളവരെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് അല്ലാഹു തആല എന്റെ ഉമ്മത്തിന് നൽകിയ നിർഭയമാണ്. പേടിയില്ലാതെ, ഭയമില്ലാതെ, സന്തോഷത്തോടെ, ധീരതയോടെ, ധൈര്യതയോടെ മുന്നോട്ടു പോവാൻ എന്റെ ജീവിതത്തിൽ രണ്ടു കാര്യം അനിവാര്യമാണ്. അൻസലല്ലാഹു അലയ്യ അമാനൈനി ലി ഉമ്മത്തി, അമാനൈനി ലി ഉമ്മത്തി. എന്റെ ഉമ്മത്തിന് അല്ലാഹു തആല രണ്ട് അമാനത്ത് നൽകിയിട്ടുണ്ട്, രണ്ട് അമാൻ നൽകിയിട്ടുണ്ട്. അതേതാ? അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ആ രണ്ട് അമാനത്തേതാ? ആ രണ്ട് നന്മകളേതാ? ആ രണ്ട് പാശമേതാ? അത് എന്റെയും നിന്റെയും ജീവിതത്തിലുണ്ടോ? അവന് പിന്നെ ഞെരുക്കങ്ങളില്ല, അവന് വിഷമങ്ങളില്ല, അവന് സങ്കടങ്ങളില്ല, അവന് ദുഃഖങ്ങളില്ല, അവൻ ഭയപ്പെടേണ്ടി വരില്ല. രണ്ട് അമാനത്താണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. ഒന്ന് ദിക്റുല്ലാഹ്, രണ്ട് ദിക്റു റസൂലില്ലാഹ്. ഒന്ന് അല്ലാഹുവിനെ പറയലാണ്, രണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പറയലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ദിക്റുല്ലാഹ്. രണ്ടാമത് അല്ലാഹുവിന്റെ ഹബീബിനെ പറയലാണ്. ഈ പ്രപഞ്ചത്തിന്റെ അനുഗ്രഹിയെ പറയലാണ്, സ്മരിക്കലാണ്, ഓർക്കലാണ്, പ്രകീർത്തിക്കലാണ്. അതാണ് ദിക്റു മുഹമ്മദ്. പുണ്യനബിയെ പറയലാണ്. ഇത് രണ്ടും എന്റെ ജീവിതത്തിലുണ്ടോ? അവന് പിന്നെ ഞെരുക്കങ്ങളില്ല. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നബിയെ സൂറത്തുൽ അംഫാലിന്റെ 33-ാമത്തെ ആയത്താണ്. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിന്റെ ഹൃദയത്തിലുണ്ടോ? അവന് പിന്നെ പ്രയാസങ്ങളില്ല, പ്രതിസന്ധികളില്ല, ഒരു ശിക്ഷയോ ഒരു ബേജാറോ അവനുണ്ടാവില്ല. രണ്ട്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹ് എന്ന ഞാൻ ആരുടെയൊക്കെ ഹൃദയത്തിലുണ്ടോ അവന് പിന്നെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അതാണല്ലോ മഹാന്മാരുടെ മഹത്വം. അതുകൊണ്ടാണല്ലോ അവരെ നാം ചേർത്ത് പിടിക്കുന്നത്, അതുകൊണ്ടാണല്ലോ അവരെ നാം പറയുന്നത്, അതുകൊണ്ടാണല്ലോ അവരോട് നാം സഹായം ചോദിക്കുന്നത്. അവരാരാണ്? അവർ നിർഭയരാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരുണ്ടോ? ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ദുഃഖമില്ലാത്തവർ, ഭയമില്ലാത്തവർ അല്ലാഹുവിന്റെ ഔലിയാക്കളാണ് എന്ന് അല്ലാഹുവാണ് പറയുന്നത്. എന്താണ് ദുഃഖം? എന്താണ് ഭയം? സംഭവിക്കാനുള്ള കാര്യത്തിൽ അവർക്ക് പേടിയില്ല, ഇനി സംഭവിക്കാനുള്ള കാര്യത്തിൽ ഭയം അവർക്കില്ല, സംഭവിച്ച കാര്യത്തിൽ ദുഃഖവുമില്ല. അതാണ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സംഭവിക്കാനുള്ള കാര്യത്തിൽ ഭയമില്ലാത്തവർ, സംഭവിച്ച കാര്യത്തിൽ ദുഃഖമില്ലാത്തവർ. നമ്മളോ സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് വല്ലാത്ത ആധിയിലും വ്യാധിയിലും വ്യസനത്തിലും ദുഃഖത്തിലുമാണ്, ബേജാറിലാണ്, ഭയത്തിലാണ്, പേടിയിലാണ്.
അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്തുകൊണ്ടാണ് ഈ മഹത്വം ഇവർക്ക് ലഭ്യമായത്? ഒന്ന് ദിക്റുല്ലാഹ്, രണ്ട് ദിക്റു റസൂലില്ലാഹ്. അവരുടെ ഹൃദയത്തിൽ അല്ലാഹുണ്ട്, അവരുടെ ഹൃദയത്തിൽ പുണ്യനബിയുണ്ട്. അവരെപ്പോഴും നബിതങ്ങളെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, അവർ ഓർത്തുകൊണ്ടിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് എന്ന ചിന്തയുള്ളവരാണവർ. മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ അവർ ഹൃദയത്തിൽ ചേർത്ത് വെച്ചവരാണവർ. അതുകൊണ്ട് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ചേർത്ത് തരട്ടെ, ആ വിഭാഗക്കാരുടെ കൂടെ നമ്മെ ചേർത്ത് തരട്ടെ. കാരണം ഹൃദയത്തിൽ അല്ലാഹുണ്ട്, ഹൃദയത്തിൽ ഹബീബുണ്ട്. നബിക്കുള്ള മൗലിദ് വീട്ടിലും മാടേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബാഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ഹബീബ് നമ്മുടെ നാക്കിലുണ്ടോ, വാക്കിലുണ്ടോ? നമ്മുടെ ചിന്തയിലുണ്ടോ, നമ്മുടെ ആലോചനയിലുണ്ടോ, നമ്മുടെ വായനയിലുണ്ടോ, നമ്മുടെ കണ്ണിലുണ്ടോ, കാതിലുണ്ടോ? അൽഹംദുലില്ലാഹ്, അവന് പിന്നെ പരീക്ഷകളില്ല, അവന് പിന്നെ പരീക്ഷണങ്ങളില്ല. ഹർക്കും വബാഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ ഹൃദയത്തിലുണ്ടോ, ആ മനുഷ്യൻ ഹസദിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ്. അല്ലാഹു നമ്മെ ഹസദിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. നമുക്കാകെയുള്ള രോഗം ഹസദാണ്. അതുകൊണ്ടാണ് അതൊരു വലിയ ഒരു മഹാമാരി ആയതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ഹസദ് പാടില്ല. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ അവ്വലു ദംബിൻ ഫിസ്സമാഇ അൽ ഹസദു വഅവ്വലു ദംബിൻ ഫിൽ അർദി അൽ ഹസദു. ലോകത്തെ ആദ്യത്തെ തെറ്റ് അത് കൊലപാതകമോ വ്യഭിചാരമോ മദ്യപാനമോ പലിശയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ല. ലോകത്താദ്യം നടന്ന തെറ്റേതാണ്? ഹസദ. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അങ്ങനെ ഫസജദൽ മലായികത്തു, മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തു. ഇബ്ലീസ് അതിനൊരുങ്ങിയില്ല. കാരണം എന്താ? ഹസദ. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ ഹാബീലും ഖാബീലും ഭൂമിയിൽ വന്നു. കൊലപാതകം നടന്നു. കാരണം എന്താ? ഹസദ. അതുകൊണ്ടാണ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുക്കളിൽ നിന്ന് നിങ്ങൾ രക്ഷ ചോദിക്കണം. ഇതിനുള്ള മാർഗം എന്താണ്? ദിക്റുല്ലാഹ്. ഒന്ന് ദിക്റാണ്, ദിക്റാണ്. അല്ലാഹുവിനെ പറയലാണ്, അല്ലാഹുവിനെ ഓർക്കലാണ്, അല്ലാഹുവിനെ സ്മരിക്കലാണ്. അതുകൊണ്ടാണ് നാളത്തെ പരലോകത്തെ കുറിച്ച് പുണ്യനബിരങ്ങൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നത്. എന്റെയും നെല്ലയും പരലോകം നാളെ മഹ്ശറയിൽ വരുമ്പോ, പരലോകത്ത് വരുമ്പോ ഓരോ മനുഷ്യന്റെ മുമ്പിലും അതാ 99ഓളം രേഖകൾ കൊണ്ടുവരപ്പെടുകയാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യൻശുറു അലാ ബഅദി ഇബാദിഹി യൗമൽ ഖിയാമ 99 സിജില്ല. 99 രേഖകളുമായിട്ടാണ് നാളെ നമുക്ക്
കുല്ലു വാഹിദിൻ മിൻഹുമാ മിസ്ലു മദ്ദിൽ ബസർ. കാണാൻ കഴിയാത്ത വിധത്തിൽ വളരെ വിശാലമായ ഗ്രന്ഥങ്ങളുമായി രേഖകളുമായി നാളെ പരലോകത്ത് എന്റെയും നിന്റെയും മുമ്പിൽ മലക്കുകൾ സമർപ്പിക്കുന്ന രേഖകളുണ്ട്. ഞാനും നിങ്ങളും ചെയ്തു വെച്ച നന്മകൾ തിന്മകൾ അത് മുഴുവനും നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടുകയാ. എന്നിട്ട് വിചാരണ നടക്കുമ്പോ മീസാനിൽ അത് വെക്കുകയാണ്. 99 ഗ്രന്ഥങ്ങളും നമുക്ക് പ്രതികൂലമാവുകയാണ്. നമ്മൾ ചെയ്ത നന്മകളെല്ലാം നമുക്ക് നഷ്ടമാവുകയാണ്. അപ്പൊ അത് നമുക്ക് നിഷ്ഫലമാവുകയാണ്. നന്മയുടെ തട്ട് കനമില്ലാതെ വരുമ്പോ, നന്മയുടെ തട്ടിൽ പുണ്യങ്ങളില്ലാതെ വരുമ്പോ ഈ മനുഷ്യൻ വല്ലാത്ത ഒരു വിഷമത്തിലാണ്, ഒരു ബേജാറിലാണ്. ആ സമയത്ത് മലക്കുകളതാ ഒരു സിം കാർഡ് കൊണ്ടുവരികയാ. ഒരു സിം കാർഡ് കൊണ്ടുവരുമ്പോ നേരത്തെ മീസാനിന്റെ ഒരു തട്ടിൽ 99ഓളം വരുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങൾ നിരത്തി വെച്ചിരിക്കുന്നു. മറുതട്ടിലോ ഒന്നുമില്ല. ഈ വ്യക്തി വല്ലാത്തൊരു ബേജാറിലാണ്. ആ സമയത്ത് ചെറിയൊരു ബിത്താഖ, ഒരു കാർഡ്, ഒരു സിം കാർഡ് അത് മലക്കുകൾ കൊണ്ടുവരികയാണ്. എന്നിട്ടോ അതാ മീസാനിൽ അങ്ങ് വെക്കുന്നതോടെ അതങ്ങ് കനമാവുകയാ. ആ മീസാനിൽ വെക്കുന്ന ബിത്താഖയിലുള്ള പദമേതാണ്? ദിക്റുല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റുല്ലാഹ് എന്ന് പറയപ്പെടുന്ന ആ ദിക്ർ, അതാണ് ആ സിം കാർഡിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഈ കലിമങ്ങനെ ചൊല്ലുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ പറയുന്നവരാണോ, ദിക്റുള്ളവരാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നവരാണോ, അല്ലാഹ് എന്ന ചിന്തയുള്ളവരാണോ, അല്ലാഹ് എന്ന സ്മരണയിൽ കഴിയുന്നവരാണോ, എന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ അല്ലാഹുവിൽ സമർപ്പിച്ചിട്ടുണ്ടോ, നിന്നിൽ ദിക്റുണ്ടോ, അല്ലാഹ് എന്ന ചിന്തയുണ്ടോ, അല്ലാഹ് എന്ന ഓർമ്മയുണ്ടോ, എന്റെ മീസാന് ഭാരമാകുമേ മുഹമ്മദ് സ്വല്ലല്ലാഹ്. അതാണ് ഒന്നാമത്തെ ദിക്റുല്ലാഹ്. അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹ് എന്ന ചിന്ത ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ പിന്നെ ആ മനുഷ്യന് നാളെ ആഖിറത്തിൽ അവൻ ചെയ്ത എല്ലാ നന്മകളും അവനിൽ സംഭവിച്ചു പോയ തെറ്റിലൂടെ, കുറ്റങ്ങളിലൂടെ, തിന്മ കാരണമായി നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവനാകെ പ്രതീക്ഷിക്കാനുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. ഈ ദിക്റിലൂടെയാണ് നാം അറിയാതെ മുസ്ലിമായത്. നമ്മുടെ മാതാവും പിതാവും മുസ്ലിമായതുകൊണ്ട് ഞാനും നിങ്ങളും അതങ്ങ് മുസ്ലിമായി പോയി. ഇതാണ് നമ്മുടെ ഊര്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് നമ്മുടെ പേര്, ഇതാണ് നമ്മുടെ അഡ്രസ്, ഇതാണ് ജീവിതം, ഇതാണ് മരണം, ഇതാണ് ജനനം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു കുഞ്ഞ് പ്രസവിക്കുന്ന സമയത്ത് അതിന്റെ രക്ഷിതാക്കൾ ആ കുഞ്ഞിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കുഞ്ഞ് പിന്നെ ജീവിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കുഞ്ഞ് മരിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. സത്യത്തിൽ മരണം അതൊരു ജനനമാണ്.
പരലോകത്തേക്കുള്ള ജനനമാണ് ദുനിയാവിലെ മരണം. ഇന്നലെ ജീവിതത്തിൽ ഇന്നിതാ പള്ളിക്കാട്ടിൽ, നാളെ മഹേശ്വരയിൽ, നാഥന്റെ ജയിലറയിൽ. ദിവസം ആയുസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലെ കഴിഞ്ഞുപോയി, ഇന്ന് നാം നിലകൊള്ളുന്നു, നാളെ പ്രതീക്ഷയില്ല. ഇന്നലെ പ്രതീക്ഷയില്ല, കഴിഞ്ഞുപോയി. നാളെ ഉറപ്പില്ല, പ്രതീക്ഷയില്ല. ഇന്ന് അത് ഉപയോഗപ്പെടുത്തുക. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ ഏത് സമയത്തും നാം മയ്യത്തായി മാറും. എപ്പോഴാണ് നമ്മൾ മയ്യത്താവുന്നത് പറയാൻ കഴിയില്ല. ആ മയ്യത്താകുന്ന ഘട്ടത്തിലും എന്റെ നാട്ടിൽ വേണ്ടത്, എന്റെ വാക്കിലുണ്ടാവേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയാണ്. അല്ലാഹ് എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത്. അല്ലാഹു തആല നമ്മുടെ അന്ത്യത്തിലെ അത് അല്ലാഹു നമുക്ക് നൽകട്ടെ. രണ്ടാമതായി, നാളെ പരലോകത്ത് രണ്ട് ബിതാഖയാണ് ലഭ്യമാകുന്നത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ബിതാഖയാണ്, മറ്റൊന്ന് സ്വല്ലല്ലാഹ് സ്വല്ലല്ലാഹ് എന്ന ബിതാഖയുമാണ്. സ്വലാത്ത് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാളെ നമുക്ക് ആഖിറത്തിൽ പ്രതീക്ഷയുള്ളത്. രണ്ട് സ്വല്ലല്ലാഹ്, സ്വലാത്തുമാണ് പ്രതീക്ഷയുള്ളത്. അതാണ് ദിക്റുല്ലാഹ്. രണ്ട് ദിക്റു മുഹമ്മദ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഗുണത്തിന്റെ തട്ടിൽ ഭാരമില്ലൊരു വ്യക്തിയിൽ ഉടൻ തന്നെ തിരുനബി വന്നിടും കവറുന്നതിൽ. അപ്പോൾ അഭേറ്റം ഭാരമായി തൂങ്ങുന്നതാ, അത് കണ്ടവൻ സന്തോഷമായി പറയുന്നതാ, അതിരറ്റ വിജയം നിങ്ങളാൽ എനിക്കിന്ന് ലഭിച്ചല്ലോ. പറയുക നിങ്ങളാരാണെന്ന്. ഞാൻ നിന്റെ നബിയാ, എന്റെ മേൽ നീ അന്ന് ചൊല്ലും സ്വലാത്താ ഇട്ടതും ഇതിലിന്ന്. നാളത്തെ ആഖിറത്തിലെ അവസ്ഥയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. രണ്ടാമത് നമുക്ക് പ്രതീക്ഷയുള്ളത് സ്വലാത്താണ്. സ്വലാത്താണ് ഹബീബിന്റെ പേരിലുള്ള മദ്ഹുകളാണ്. അത് ഇരു ലോകത്തും നമുക്ക് ഗുണകരമാണ്. നാളെ മഹ്ശറയിൽ ഞാനും നിങ്ങളും നിലകൊള്ളുമ്പോ നമ്മുടെ നന്മയുടെ ഭാഗം വളരെ കുറഞ്ഞു പോകുമ്പോ, നന്മയുടെ ത്രാസിന് ബലം കുറയുമ്പോ, നമ്മൾ നരകത്തിലേക്കെന്ന് വിധിക്കപ്പെടുമ്പോ, ആ സമയത്ത് ദൂരെ നിന്ന് വീക്ഷിക്കുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യന്റെ ബേജാറ് കണ്ട്, ഇവന്റെ ആ അസ്വസ്ഥത കണ്ടുകൊണ്ട് പുണ്യനബി തങ്ങൾ അടുത്തേക്ക് വരികയാ. എന്നിട്ട് അദ്ദേഹം പുണ്യനബി തങ്ങള് ഈ വ്യക്തിയെ വിചാരണക്ക് വിധേയമാക്കപ്പെട്ട ഈ വ്യക്തിക്ക് ആശ്വാസം നൽകുകയാ. പുണ്യനബി തങ്ങൾ എന്താണ് ചെയ്യുന്നത്? അഖ്റജ റസൂലുള്ളാഹി ബിതാഖ. പുണ്യനബി തങ്ങൾ അവിടുത്തെ അരക്കെട്ടിൽ നിന്ന് ഒരു ചെറിയ ബിതാഖയങ്ങ് പുറത്തെടുക്കുകയാണ്. അതും ഒരു സിം കാർഡാണ്. ആകെ രണ്ട് സിം കാർഡാണുള്ളത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റൊന്ന് സ്വല്ലല്ലാഹ് അഥവാ ദിക്റുല്ലാഹ്. രണ്ട് ദിക്റു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങളതാ അവിടുത്തെ അരയിൽ നിന്ന് ഒരു പ്രത്യേകം ബിതാഖയങ്ങ്
പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നന്മയുടെ തട്ടിലങ്ങ് വെക്കുന്നതോടെ അവന്റെ നന്മയുടെ ത്രാസിന് ഫലം ഉണ്ടാവുമോ? ഉടനെ നബി തങ്ങളോട് ചോദിക്കുകയാണ് അടിമ, അല്ല നിങ്ങളാരാണ്? ഒരു പരിചയവുമില്ലല്ലോ. ഈ മഹ്ശറയിൽ എന്റെ ഉമ്മയുണ്ട്, എന്റെ ഉപ്പയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കൂടപ്പറപ്പുകളുണ്ട്. അവരാരും കാണിക്കാത്ത ഒരു സ്നേഹം, ഒരു കാരുണ്യം, ഒരു ചേർത്ത് പിടിക്കൽ. നിങ്ങളാരാ? നിങ്ങളുടെ പേരെന്താ എന്ന് അടിമ ചോദിക്കുമ്പോ ഹബീബ് പരലോകത്ത് വെച്ച് പറയുമത്രേ, അന മുഹമ്മദുൻ നബിയുക, ഞാൻ എന്റെ നബിയാണ്. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഉച്ചത്തിൽ ആമീൻ പറ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അന മുഹമ്മദുൻ നബിയുക, ഞാൻ എന്റെ നബിയാണ്. അല്ല, നിങ്ങൾ എന്താണ് ആ ത്രാസിൽ കൊണ്ടുവന്നിട്ടത്? ഈ അടിമ ചോദിക്കും, അഥവാ അടിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കും, നബിയെ നിങ്ങൾ എന്താണ് ആ ത്രാസിൽ കൊണ്ടുവന്നിട്ടത്? അപ്പൊ പറയും, ഹാദിഹി സ്വലവാതു, നീ ചൊല്ലിയ സ്വലാത്തുകളാ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് هذه صلواتك التي كنت تصلي علي, നീ എന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തുകളാണ് മോനെ. قد وفيتك أحوج ما تكون إليها, അത് നിനക്ക് വേണ്ടി അത് നീക്കി വെച്ചതാണ് ഈ സമയത്തേക്ക് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ ആഖിറത്തിൽ, നാളെ പരലോകത്ത് നാം ഭയത്തോടെ ബേജാറോടെ നിലകൊള്ളുമ്പോ നമുക്ക് ആശ്വാസമായി നബി തങ്ങൾ കടന്നു വരും. ആ സമയത്ത് നമ്മൾ ചൊല്ലിയ സ്വലാത്തുകള് അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷക്ക് വക നൽകുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് സുഹൃതങ്ങൾ ചെയ്താലും, നമ്മൾ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, ജക്കാത്ത് കൊടുക്കുന്നവരാണ്, സദഖ ചെയ്യുന്നവരാണ്, കാരുണ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരാണ്, പല പല പുണ്യങ്ങളും ചെയ്യുന്നവരാണ്. പക്ഷേ ഈ പുണ്യങ്ങളെല്ലാം നമ്മിൽ നിന്നൊരു തിന്മ സംഭവിക്കുമ്പോ, ഒരു തെറ്റ് സംഭവിക്കുമ്പോ അതൊക്കെ നിഷ്ഫലമായി പോകും, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നിയ്യത്ത് ആവശ്യമില്ലാത്ത, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരേ ഒരു അമലുണ്ടെങ്കിൽ അത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് അസാസുൽ ഇസ്ലാം മദ്രസ മാനേജ്മെന്റ് നടത്തപ്പെടുന്ന ഈ വാർഷിക സദസ്സിന്റെ പൊരുൾ കിടക്കുന്നത്. സ്വലാത്തിന് നിയ്യത്തിന്റെ ആവശ്യമില്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നോമ്പ് പിടിക്കുന്നോ നിയ്യത്ത് വേണം, നിസ്കരിക്കുന്നോ നിയ്യത്ത് വേണം, സക്കാത്ത് കൊടുക്കുന്നോ നിയ്യത്ത് വേണം. എന്നാൽ നിയ്യത്തില്ലാത്ത ഒരേ ഒരു കർമ്മം, നിയ്യത്തില്ലെങ്കിലും അല്ലാഹു തള്ളപ്പെടാത്ത കർമ്മം, അത് സ്വലാത്ത് മാത്രമാ. അത് വല്ലാത്ത ഒരു അമലാണ്. ആ അമലിനെ വെല്ലാൻ, ആ അമലിന് സമാനമായ ഒരു അമല് വേറെയില്ല. പരിശുദ്ധമായ ഖുർആനിലെ 6666 ആയത്തുകളാണുള്ളത്. 6666 ആയത്തുകളിൽ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തിന് സമാനമായ ഒരായത്ത് വേറെയില്ല. സ്വലാത്തിന്റെ വാർഷിക സദസ്സിൽ നിന്ന് ശ്രദ്ധയോടെ നിങ്ങൾ ഈ വിവരം ശേഖരിക്കണം, നിങ്ങൾ ഹൃദയത്തിൽ കൊത്തിവെക്കണം. ഈ ആയത്തിനോട് സമാനമായ ഒരായത്ത് ഖുർആനിൽ വേറെയില്ല. 6665 ആയത്തിലും ഉൾക്കൊണ്ട കാര്യങ്ങൾ, ആശയങ്ങൾ
നന്മകൾ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അവന് ലഭ്യമാകുന്ന പ്രതിഫലം അല്ലാഹു കൽപ്പിച്ചത് അവൻ പ്രവർത്തിച്ചു എന്ന കൂലി മാത്രമാണ്. നിസ്കരിച്ചാൽ, നോമ്പ് പിടിച്ചാൽ, സക്കാത്ത് കൊടുത്താൽ, സദഖ ചെയ്താൽ, ഉംറ ചെയ്താൽ, ഹജ്ജ് ചെയ്താൽ, ഭക്ഷണം കൊടുത്താൽ, ഏത് നന്മ ചെയ്യുന്നുണ്ടോ ആ നന്മക്ക് കിട്ടുന്ന പ്രതിഫലം അത് ഇതാഅത്ത് മാത്രമാണ്. അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചു എന്ന കൂലി മാത്രമാണ്. എന്നാൽ ഞാനും നിങ്ങളും സ്വലാത്ത് ചൊല്ലുമ്പോ അതിൽ അല്ലാഹു നമുക്ക് നൽകുന്ന പ്രതിഫലം അത് ഇതാഅത്ത് മാത്രമല്ല, അതിൽ ഇത്തിബാഉമുണ്ട്, അല്ലാഹുവിനെ ഫോളോ ചെയ്യലുണ്ട്, അല്ലാഹുവിനെ അനുകരിക്കുക, അല്ലാഹു ചെയ്ത പണി ചെയ്യലുണ്ട്. അല്ലാഹു നിസ്കരിക്കുന്നില്ല, അല്ലാഹു നോമ്പ് പിടിക്കുന്നില്ല, അല്ലാഹു ഹജ്ജ് ചെയ്യുന്നില്ല, അല്ലാഹു സക്കാത്ത് കൊടുക്കുന്നില്ല, അല്ലാഹു മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നതായി അടിമകൾ ചെയ്യുന്ന ഒരു കർമ്മവും ഒരു ഇബാദത്തും ഒരു പുണ്യവും അല്ലാഹു ചെയ്യുന്നില്ല. ഇല്ല സ്വലാത്തല്ലാതെ മറ്റൊന്നും അല്ലാഹു ചെയ്യുന്നില്ല. ഇത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ സ്വലാത്ത് ചൊല്ലുമ്പോ അതിലുണ്ടാകുന്ന നേട്ടം എന്താ? അൽഹംദുലില്ലാഹ്. അതിലുണ്ടാകുന്ന ഗുണം അല്ലാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അല്ലാഹുവെ അനുകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹ്. നമ്മുടെ പ്രവർത്തകരെ ബക്കറ്റുമായി നമ്മെ സമീപിക്കുമ്പോൾ കാര്യമായി നിങ്ങളൊക്കെ സഹകരിക്കണം. പിന്നെ ഇന്നലെ ബക്കറ്റ് വരുമ്പോ തന്നെ അറിയാം, ഒന്ന് അസീസ് ഉസ്താദ് എത്താനയക്കണം, 2 വയറ് നിർത്താനയക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഈ ജമാഅത്തിന് വലിയ ഒരു പദ്ധതിയുണ്ട്. അത് ഇന്നലെ ബഹുമാനപ്പെട്ട ഉദവി ഉസ്താദ് അവர்கள் സാധിക്കും വിധം അത് സഹകരിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിയും. അൽഹംദുലില്ലാഹ്. ഇന്നും അതിലേക്ക് ഇനിയും വലിയ ഒരു ബാധ്യത, ഒരു കടം ഉണ്ട്. അഥവാ അത് നിർവഹിക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ അതിൽ കാര്യമായി സഹകരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു പിരിവിന്റെ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഓരോ ആളുകളും നല്ല നിയത്തോടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ പരലോക രക്ഷ മാത്രം ആഗ്രഹിച്ചുകൊണ്ടും കൊതിച്ചുകൊണ്ടും ആ സംരംഭത്തിലേക്ക് കാര്യമായി നിങ്ങളൊക്കെ സഹകരിക്കണം. അൽഹംദുലില്ലാഹ്. പൊട്ടിക്കലിൽ നിന്നൊക്കെ പല ആളുകളും വന്യരായ അസീസ് ഉസ്താദിന്റെ ദുആ ആഗ്രഹിച്ചു വന്നിട്ടുണ്ട്. ഈ നാട്ടിലെ മരുമകൻ അഫ്സരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്. അവരുടെയൊക്കെ കച്ചവടത്തിലും മറ്റൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അങ്ങനെ പലരുമുണ്ട്. പരിസരങ്ങളിൽ നിന്ന് വന്യരായ ഉസ്താദിന്റെ ദുആ ആഗ്രഹിച്ചു വന്നവര്. അപ്പൊ നിങ്ങളോട് വളരെ വിനയത്തോടെ ഈ ജമാഅത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ പരിശുദ്ധമായ ഈ സദസ്സിന്റെ സംരംഭത്തോട്, ഈ വാർഷികത്തിന്റെ പ്രൊജക്ടിനോട്, കർമ്മ പദ്ധതിയോട് നിങ്ങളൊക്കെ ഒന്ന് സഹകരിക്കണമെന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബറക്കത്തിന് വേണ്ടി, ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സദസ്സിൽ നിന്ന് വലിയ ഒരു തുകയൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഭീമമായ ഒരു തുകയാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഒരു ബറക്കത്തിന് വേണ്ടി സദസ്സിൽ നിന്ന് ഒറ്റൊരാള് ഒരു 3333 രൂപ സദസ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു സഹോദരനോ ഒരു സഹോദരിയോ നമ്മുടെ ഈ മദ്രസയുടെ അൽഹംദുലില്ലാഹ് ഷുഐബ് മാഷാ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ ഷുഐബ് എന്ന് പറയുന്ന സഹോദരൻ 3333 രൂപ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഈ പൊന്നാങ്കല്ല് ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ടവർ, എന്റെ വന്യ പിതാവുണ്ട്, എന്റെ ജ്യേഷ്ഠ സഹോദരനുണ്ട്, എന്റെ 2 മക്കളുണ്ട്, എന്നെ സ്നേഹിച്ചിരുന്ന എന്റെ നാട്ടുകാരുണ്ട്,
ഫിത്നയിൽ നിന്ന് ശുഐബിന്റെ കുടുംബത്തിന് രക്ഷ കൊടുക്കണേ അല്ലാഹ് ബിഹഖ്ഖി നബിയിൽ മുസ്തഫ. ഇനി രണ്ടാമതൊരാളെന്ന് പറഞ്ഞാൽ രണ്ടാമതായ ഒരാൾ ഒരു 3333 ഒരു 3 പേരെ ഞാൻ പറയിപ്പിക്കുള്ളൂ. അത് ശുഐബ് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമതായി ഒരു 3333 രൂപ നല്ല നിയ്യത്തോടെ നല്ല ഉദ്ദേശത്തോടെ നമ്മൾ കൊടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ദാരിമി അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിലും രോഗിയാണ് ശിഫക്ക് വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മാനും റഹീമും റബ്ബുമായ അല്ലാഹ് ഇബ്രാഹിം ദാരിമി അവരുടെ ഉമ്മാക്ക് ആയുരാരോഗ്യത്തെ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വന്യര് നൽകിയ സദഖ രക്ഷയാക്കണേ അല്ലാഹ്, ആശ്വാസമാക്കണേ അല്ലാഹ്, തണുപ്പാക്കണേ അല്ലാഹ്, ഗുണകരമാക്കണേ അല്ലാഹ്. ദാരിമി ഉസ്താദിന്റെ അധ്യാപനത്തിൽ ബറക്കത്ത് നിത്യമാക്കണേ അല്ലാഹ് ബിഹഖ്ഖി നബിയിൽ മുസ്തഫ. ഇനി മൂന്നാമതായ ഒരാൾ 3333. അൽഹംദുലില്ലാഹ്, നിങ്ങൾ സഹായിക്കും സഹകരിക്കും എനിക്കറിയാം. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ വാപ്പുട്ടി പറഞ്ഞല്ലോ, ഇവിടെ ഇങ്ങനെ മുട്ടായി ലഡു കൊടുത്ത് ബിരിയാണി മാസാന്ത സ്വലാത്ത്, അതിന് ചെറിയൊരു മാറ്റം ഇവിടെ വന്ന് ഇവരോടും നിങ്ങളോടും പറഞ്ഞപ്പോൾ നിങ്ങളത് ഏറ്റെടുത്ത് ഭക്ഷണം അൽഹംദുലില്ലാഹ് ഭംഗിയായി കൊടുത്തു പോകുന്നു. അൽഹംദുലില്ലാഹ്, അതിന് ഞാനൊരു കാരണമായി എന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അത് അല്ലാഹു എന്റെ ജീവിതത്തിൽ ഉടനീളം അത് കാണിച്ചു തരട്ടെ. അപ്പൊ മൂന്നാമതായ ഒരാള് ഇവിടുന്ന് ചോദിക്കുമ്പോൾ അത് കിട്ടും എനിക്കറിയാം. കാരണം ഇത് നമ്മൾ കടന്നുറങ്ങാനുള്ള ഒരു നാടും വീടുമാണ്. പൊന്നാങ്കല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്. നമ്മൾ അന്തി ഉറങ്ങുന്ന, നമുക്ക് തിരക്കാണ് ജീവിതത്തിൽ. എന്നാൽ ആ പള്ളിക്കാട്ടിലുള്ളവർക്ക് ഇന്ന് തിരക്കില്ല. അവർ ഖിയാമൊന്നായെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുക, ലോകമൊന്ന് അവസാനിച്ചെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരിക്കുക. അവിടെ നിന്ന് അവർക്കൊരു തീരുമാനം കിട്ടാൻ വേണ്ടി വർഷങ്ങളായി അവരിൽ കിടക്കുന്ന ആളുകൾ. വന്യരായ നമ്മുടെ മൊല്ല ഉസ്താദ് അവരുകളെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. അവരൊക്കെ എത്ര വർഷമായി അല്ലാഹു അവരുടെയൊക്കെ ഖബർ വിളിച്ചാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, മൂന്നാമതായ ഒരാൾ ഒരു 3313 ഏതെങ്കിലും ഒരു സഹോദരൻ നല്ല നിയ്യത്തോടെ നല്ല ഉദ്ദേശത്തോടെ പ്രിയമുള്ള പൊന്നാങ്കല്ലുകാര, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകള് അവര് നമ്മെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അവര് വലിയ പ്രതീക്ഷയിലാണ്. കുടുംബത്തിന്റെ പ്രാർത്ഥനയുണ്ടോ, കുടുംബം സദഖ ചെയ്യുന്നുണ്ടോ എന്ന പ്രാർത്ഥനയോടെയാണ് അവർ ഖബറിൽ കഴിയുന്നത്. നമ്മൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കുമ്പോ നമ്മൾ എന്തെങ്കിലും അവരുടെ പേരിൽ സദഖ ചെയ്യുമ്പോ അല്ലെങ്കിൽ അവരുടെ പേര് വല്ല ഭക്ഷണം കൊടുക്കുമ്പോ അത് അവരിലേക്ക് എത്തുമ്പോൾ അവർക്കന്ന് പെരുന്നാളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിൽ ഒരു സന്തോഷം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ്. രണ്ടാള് വന്നു, ഒന്ന് ഇബ്രാഹിം ദാരിമി, അതുപോലെ ശുഐബ്. ഇനി മൂന്നാമത് ഒരാളും കൂടെ മതി, പിന്നെ ഞാൻ ചോദിക്കൂല. ആരാ സഹോദരിയാ? ആരാ സുഫാനെ? മാഷാ അല്ലാഹ്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇംതിയാസ് എന്ന സഹോദരൻ 3333 രൂപ അൽഹംദുലില്ലാഹ് കബൂല് ചെയ്യണേ അല്ലാഹ്. അദ്ദേഹം രോഗിയാണ്, ശിഫ കൊടുക്കണേ അല്ലാഹ്.
എല്ലാവിധ തൊട്ടുമുട്ട് വെട്ടുകെട്ടുകളിൽ നിന്ന് അദ്ദേഹത്തെ കാക്കണയല്ല, ആരോഗ്യം നൽകണയല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ബറക്കത്ത് നൽകണയല്ല, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഇംതിയാസ് നൽകിയ സദഖ രക്ഷയാക്കണയല്ല, ഗുണകരമാക്കണേ അല്ലാ ബിഹഖി നബിയിൽ മുസ്തഫ. അൽഹംദുലില്ലാഹ്. ആമീൻ. മുത്തലിബ് എന്ന സഹോദരൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബേ പുണ്യ നബിയുടെ ഹദറത്തിൽ എത്തിക്കണേ റബ്ബേ. മുത്തലിബ് എന്ന സഹോദരൻ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി, കുടുംബത്തിലുള്ളവരുടെ ആയുസ്സിന് വേണ്ടി ദുആ ചെയ്യാൻ 3333 രൂപ ആ സഹോദരനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ആയുസ്സിന് അർഹരായവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നല്ല ആരോഗ്യവും ആയുസ്സും നൽകണേ അല്ലാഹ്. ആരൊക്കെയാണോ മരണപ്പെട്ടു പോയവർ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. മുത്തലിബിന്റെ കച്ചവടത്തിലും തൊഴിലുകളിലും ഇടപാടുകളിലും ഖൈറും ബറക്കത്തും നിത്യമാക്കണേ അല്ലാഹ് ബിഹഖി നബിയിൽ മുസ്തഫ സല്ലല്ലാഹു. എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മാമാന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. നല്ല ഭക്ഷണമായിരുന്നു. നല്ല ചപ്പാത്തിയും പത്തിരിയും നല്ല മന്തി, നല്ല ആടും ചിക്കനും ബീഫും. അല്ലാഹു ബറക്കത്താക്കട്ടെ. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. വല്യപ്പാന്റെ അസുഖം മാറാൻ സലാം എന്ന് പറയുന്ന സഹോദരൻ 3333 പടച്ചോനെ കബൂല് ചെയ്യണേ റബ്ബേ. ആ വല്യപ്പാന്റെ അസുഖങ്ങൾ ഭേദമാക്കി കൊടുക്കണേ അല്ലാഹ്. ഇത് അല്ലാഹനെ പറയുന്ന സദസ്സാണ്, ഇത് ഹബീബിനെ പറയുന്ന സദസ്സാണ്, ആദമിന് റഹ്മത്തായ നബിയെ പറയുന്ന സദസ്സാണ്. ആ ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ടും ആ സഹോദരൻ നൽകിയ സദഖയുടെ ഹക്ക് കൊണ്ടും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് രക്ഷയാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അന്യരായ ഉസ്താദ് അവർകൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. ഇനി ദീർഘിപ്പിക്കുന്നില്ല. വന്യരായ ഉസ്താദ് അവർകൾ നമ്മുടെ സദസ്സിൽ എത്തിക്കഴിഞ്ഞു. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെയും ഇന്നുമായി ഒരുപാട് ആളുകൾ സംഭാവന പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇന്നിവിടെ വിതരണം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിൽ സഹായിച്ചവർ, അത് ഭക്ഷണം ഉണ്ടാക്കിയ നമ്മുടെ നൗഷാദ്, അല്ലാഹു അവന്റെ കൈപുണ്യം നിലനിർത്തട്ടെ. അത് വിതരണം ചെയ്യാനും അത് പാക്കറ്റ് ചെയ്യാനും അതിന്റെ ഒത്താശയുമായി കഴിയുന്ന ഈ പന്നാങ്കന്റെ ജമാഅത്തിലുള്ള പ്രവർത്തകര് ഉസ്താദുകളുടെ ദിക്റുമായി പങ്കെടുക്കാൻ വേണ്ടി ബ്രാഞ്ച് പള്ളികളിൽ നിന്നും ഈ ജമാഅത്തിന്റെ ഭാഗമായ പള്ളികളിൽ നിന്നും വന്നവര് എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും ഈ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രാർത്ഥിക്കണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.